ഫസ്റ്റ് കണ്ടുകൊണ്ടാണ് സെക്കൻഡ് കാണാൻ വന്നത്. വളരെ നന്നായിട്ടുണ്ട്. നല്ലതായിരുന്നു. മസ്റ്റ് വാച്ചാ. നല്ല ഇമോഷണൽ ഉണ്ടായിരുന്നു. കഥ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. നൈസായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല മാസം ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം ബെറ്റർ. കാസ്റ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. നല്ലൊരു ചിത്രം. വിജയ് സേതുപതി, അതേപോലെ തന്നെ മഞ്ജു വാര്യർ, സുരി, എല്ലാ പോലീസ് ഓഫീസറായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ലൊരു ചിത്രം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയായിരുന്നു വിടുതല സെക്കൻഡ്. വെട്രിമാരൻ്റെ നല്ല ഒരു ചിത്രം തന്നെ. സംവിധായകൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. അതുപോലെ ചെയ്തിരിക്കുന്ന പടം. ഫസ്റ്റിനേക്കാൾ ഫസ്റ്റും സണ്ടും കട്ടയ്ക്ക് നിൽക്കുന്ന പടം കേട്ടോ. വീട്ടിലെ വിജയ് സേതുപതി കയറി കലക്കി. ഇതുപോലെ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം പറയാമെന്ന് വേറൊരു സംവിധായകനില്ല. ഒരു വെട്രിമാരൻ പടം കേട്ടോ. കിടുപ്പൻ, ഒന്നും പറയാനില്ല. എല്ലാവരും എല്ലാം ഒന്നിനൊന്നിനും വെച്ച കിടുപ്പൻ പടം. നമ്മൾ പറയാമല്ലോ, വെട്രിമാരൻ എന്നുള്ള സംവിധായകൻ്റെ മാസ്റ്റർ പീസ് കിട്ടില്ല കേട്ടോ. രണ്ടും കട്ടയ്ക്ക് നിൽക്കും. ഫസ്റ്റ് സെക്കൻഡ് കട്ടയ്ക്ക് നിൽക്കുന്ന പടം. ഇയാളെപ്പോലെ തമിഴ് രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം പറയാൻ ആർക്കും അറിയാവുന്നൊരു സംവിധായം വേറെ ഇല്ല കേട്ടോ. കിടില് കിട്ടുപ്പനായിട്ട് എടുത്തിട്ടുണ്ട്. വിജയ് സേതുപതി തന്നെ കലക്കണമെന്ന് അറിയുമോ. കിടുപ്പം പടം, അടിപൊളി കേട്ടോ. നല്ല പടമായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. വിജയ് സേതുപതി സൂപ്പറായി. സങ്കടമാവും നമുക്ക് ലാസ്റ്റ്. സെക്കൻഡ് ബട്ടൺ അടിപൊളിയായിരുന്നു. ഇഷ്ടമായിരുന്നു. അടിപൊളിയാണ്. ഒന്നും പറയല്ലേ. തകർത്തു. അടിപൊളിയായിരുന്നു. ഒന്നും പറയല്ലേ. അമേസിങ്. എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു സ്റ്റോറി റിലേറ്റഡാണ് വരുന്നത്. പിന്നെ വിജയ് സേതുപതിയുടെ പെയറായിട്ട് മഞ്ജു വാര്യർ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. വെട്രിമാരൻ്റെ വേറൊരു മാജിക് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ലൈഫാണ് പറഞ്ഞു പോകുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ പെർഫോമൻസ് ചെയ്യാനുള്ള നല്ലൊരു എലമെൻറ്റ്സ് വിജയ് സേതുപതിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ക്ലൈമാക്സ് ആണെങ്കിലും ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് പടം കൊണ്ട് നിർത്തിയേക്കുന്നത്. അപ്പോൾ തിയേറ്റർ വാച്ചിൽ മൂവി തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. നല്ല ഇമോഷണലാണ്. സംടൈംസ് ഒരു അറിയാതെ തന്നെ കരച്ചിൽ വന്നു പോകും. സൂര്യയാണേലും വിജയ് സേതുപതിയോട് സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു മൂന്നാം ഭാഗത്തിനുള്ളൊരു ചാൻസസ് കൊണ്ട് നിന്നാണ് പടം നിർത്തിയേക്കുന്നത്. ഓറക്കൊള്ളാം. അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഒരു വെട്രിമാരുടെ സംഭവം തന്നെയായിരുന്നു. ഇതിൽ ഓരോ ഡയലോഗ് എന്ന് പറയുന്നതും സത്യം പറഞ്ഞാൽ വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് വെട്രിമാൻ സാർ ഒരുക്കിയിരിക്കുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള യാതൊരു കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ എന്താണ് ആ സിനിമയ്ക്ക് വേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും പറയേണ്ടത് വിജയ് സേതുപതി എന്ന് പറയുന്ന മക്കൾ സെൽവൻ്റെ മിന്നിക്കുന്ന പ്രകടനം തന്നെയാണ്. ഗംഭീര പ്രകടനം തന്നെയാണ്. ഒരു ദേശീയ അവാർഡ് തലത്തിൽ പോലും മറ്റ് ആര് വന്നാലും തട്ടിപ്പോകുന്ന രീതിയിലുള്ള സംഭവത്തിൽ തന്നെയാണ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ മഞ്ജു വാര്യരായിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, എല്ലാവരും മികച്ചു നിൽക്കുന്ന പ്രകടനം. പലപ്പോഴും നമ്മൾ പല കാര്യത്തിലും സമൂഹത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ആ പ്രതികരണം ഒരു സിനിമയിലൂടെ വെട്രിമാരൻ ഒരു കുറവും വരുത്താതെ ആ വെട്രിമാരൻ സംഭവമാക്കി മാറ്റി വിടുതല 2-ലും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഇളയരാജയുടെ മ്യൂസിക് കൂടി ആകുമ്പം അതിഗംഭീരം. തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന, സിനിമാ സ്നേഹികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് വിടുതല പാർട്ട് 2. ഫസ്റ്റ് ഹാഫ് ഒരു പതുക്കെ തുടങ്ങി, സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ മിന്നിച്ചത്. പക്ഷെ മൊത്തത്തിൽ എന്നെ നന്നായിട്ട് എൻഗേജ് ചെയ്യിച്ചു സിനിമ. ഒന്നാം ഭാഗം രണ്ടാം ഭാഗമല്ല, രണ്ട് രീതിയിലാണ്. ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞ ഒന്നാം ഭാഗത്തിൻ്റെ കണക്ഷനിലേക്ക് പ്രീക്വൽ സ്റ്റേജുകളിലേക്ക് കുറച്ച് നേരം വന്നിട്ടുണ്ട് പടം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളൊരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. നമുക്കൊരു കമ്പാരിസൺ ആവശ്യമില്ലല്ലോ. വെട്രിമാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പ്രേക്ഷകന് ഒരു സിനിമ നൽകുമ്പോൾ കൃത്യമായിട്ടുള്ള ആശയങ്ങളും കാഴ്ചപ്പാടും വെച്ച് തന്നെയാണ് നൽകുന്നത്. അത് ഈ സിനിമയിൽ നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. പടം കൊള്ളാം. വെട്രിമാരൻ ചിത്രമല്ലേ, വേറെന്ത് പറയാനാണ്. നല്ല മേക്കിങ്, നല്ലൊരു കഥ, നല്ലൊരു സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും കാണണം. ഫസ്റ്റ് കണ്ടവർക്ക് ഇത് സെക്കൻഡ് കാണുമ്പോൾ ഒരു ത്രില്ലിംഗ് ആയിരിക്കും. മഞ്ജു ചേച്ചി നല്ല അഭിനയമാണ്. വിജയ് സേതുപതി അമേസിങ്, ഒരു രക്ഷയില്ല. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.